ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമിലിടെക് ഓൺലൈൻ അക്കാഡമി. കേരള PSCയുടെ ഫാർമസിസ്റ്റിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 29/2025, ദാറ്റ് ഈസ് LSDD-യിലേക്കാണ് ഫാർമസിസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയിരിക്കുന്നത്, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ആസ് യൂഷ്വൽ ഏജ് ലിമിറ്റ് വരുന്നത് 18 to 36 തന്നെയാണ്. ജനറൽ കാറ്റഗറിക്കാർക്ക്, OBC കാറ്റഗറിക്കാർക്ക് 39 വയസ്സ് വരെയും, SC/ST കാറ്റഗറിക്കാർക്ക് 41 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഫാർമസി വിത്ത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ. അതിൽ ഡിപ്ലോമ ഇൻ ഫാർമസി മാത്രമല്ല, ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള BPharm, MPharm, PharmD കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ വിത്ത് ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ വഴി, ആ ഒരു ഓപ്ഷൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/6/2025 ആണ്. അതായത് 2025 ജൂൺ 4-ാം തീയതി വരെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈമാണ്. LSDD ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലുള്ള ഫാർമസിസ്റ്റിന്റെ പോസ്റ്റുകൾ. അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിലാണ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്തുകളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ ഫാർമസിസ്റ്റിന്റെ പോസ്റ്റുകളുണ്ട്. ഇതിലേക്കാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ആയിരിക്കുന്നത്. അതായത് നമ്മുടെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള ഡിസ്പെൻസറീസ് ഒക്കെ കൺട്രോൾ ചെയ്തിരുന്നത് LSDD-യുടെ അണ്ടറിലാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയ ഡിസ്പെൻസറീസ് പോലും ഇപ്പൊ നമുക്ക് കോഴിക്കോടൊക്കെ ചില സ്ഥാപനങ്ങൾ ഇതേപോലെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ആരോഗ്യ വകുപ്പിന്റെ അണ്ടറിലല്ല, LSDD-യുടെ അണ്ടറിലാണ് വരിക. കോഴിക്കോട് മാത്രം തന്നെ 7-ലധികം സ്ഥാപനങ്ങൾ ഇങ്ങനെയുണ്ട്. 10-ലധികം ഫാർമസിസ്റ്റിന്റെ പോസ്റ്റും അതേപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ തൃശ്ശൂരത്തേക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ പറവട്ടാണിക്ക് സമീപമാണ് ഡിസ്പെൻസറി വരിക. അവിടെ ഒരു ഫാർമസിസ്റ്റിന്റെ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അതൊക്കെയാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്, അത് ഹെൽത്ത് ഓഫീസറിന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ അവിടെ ഡിസ്പെൻസിങ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ നോർത്ത് പറവൂർ പോലെ മറ്റു സ്ഥലങ്ങളിലേക്കും പോസ്റ്റുകളുണ്ട്. തൃശ്ശൂര് 5 വർഷമായി റിട്ടയർമെന്റ് നടന്നിട്ട് ആ പോസ്റ്റ് ഇപ്പോഴാണ് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഉള്ള പോസ്റ്റുകൾ ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ഉദ്യോഗാർത്ഥികളാണ്, ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള പോസ്റ്റുകൾ വിവരാവകാശം കൊടുത്ത് കണ്ടെത്തുകയും നിങ്ങൾ PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതുപോലെ ചെയ്ത് മറ്റ് പോസ്റ്റുകളും നിങ്ങൾക്ക് അവകാശപ്പെട്ട പോസ്റ്റുകളാണ്, അത് റിപ്പോർട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു സീരീസ് ഓഫ് എക്സാംസ് നമ്മുടെ PSC റിലേറ്റഡ് ആയിട്ടായിരുന്നാലും സെൻട്രൽ ലെവലിലെ RRB എക്സാമും ഒക്കെ കഴിഞ്ഞിരിക്കുവാണ് അല്ലെ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോയിന്റ്മെന്റോട് നേടിയെടുക്കുക. ഈ കഴിഞ്ഞ ഏതൊരു PSC എക്സാംസിന്റെ റാങ്ക് ലിസ്റ്റ് നോക്കിയിരുന്നാലും ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിനും ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ വന്നതും ഏറ്റവും നല്ല റാങ്കിലേക്ക് ഉദ്യോഗാർത്ഥികളെ എത്തിച്ചതും സിമിലിടെക് ഓൺലൈൻ അക്കാഡമിയിൽ നിന്നാണ്. സോ ഇനിയുള്ള എക്സാംസിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് സിമിലിടെക് ഓൺലൈൻ അക്കാഡമിയെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് അവർ കോൺടാക്ട് നമ്പർ is 9567713183. Thank you.